വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. അയ്യപ്പ ഭക്തർ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്ന മകരവിളക്ക് നാളെ. മകരവിളക്ക് പൂജകൾക്കായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ശബരിമല സന്നിധാനം. മകരജ്യോതി ദർശിക്കാനായി നിരവധി തീർത്ഥാടകരാണ് ഇതിനോടകം തന്നെ സന്നിധാനത്തും പമ്പയിലും തമ്പടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടി.പി. പ്രശാന്ത് ചേരുകയാണ്. ടി.പി. പ്രശാന്ത്, തീർച്ചയായും 3 ലക്ഷത്തിൽ അധികം ആളുകളെയാണ് നാളെ മകരവിളക്ക് ദർശിക്കുവാനായി സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത്. ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ മകരസംക്രമ പൂജയ്ക്ക് മുന്നോടിയായിട്ടുള്ള ശുദ്ധിക്രിയകളും സന്നിധാനത്ത് നടക്കുകയാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? മകരവിളക്കിന്റെ ദർശന പുണ്യം തേടി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇപ്പോൾ മല കയറി ഇവിടേക്ക് എത്തുന്നത്. 18ാം പടി കയറി ഭക്തർ വളരെ ശരണം വിളികളോട് കൂടി തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇവിടുത്തെ മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നു. ഇപ്പോൾ സന്നിധാനമടക്കം അലങ്കരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ അലങ്കാര പണികളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയാണ്. നിരവധി ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഭക്തർ നാളുകളായി ഇവിടെ തമ്പടിച്ചിരിക്കുന്നു. അവർ പർണശാല കെട്ടി മകരജ്യോതിയുടെ പുണ്യം നുകരാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവർ ഇപ്പോൾ ഇവിടെ ഇത് സന്നിധാനവുമായി ബന്ധപ്പെട്ട സന്നിധാനത്തിന്റെ അലങ്കാര ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇത് സന്നിധാനം അലങ്കരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ വലിയ ഒരു തരത്തിൽ ഒരു ഭക്തിയുടെ ലഹരിയിലേക്കാണ് ഇപ്പോൾ സന്നിധാനം. അതുപോലെ തന്നെ ഒരു ഭക്തിസാന്ദ്രമായി ശരണം വിളിയോട് തന്നെ സന്നിധാനം നിരവധി ആളുകൾ മലകയറി എത്തുന്നു. ഏതായാലും വളരെ നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര അടക്കം നാളെ വൈകിട്ട് എത്തിച്ചേരുമ്പോൾ 6:30 കൂടി തന്നെയാണ് ദീപാരാധന നടക്കുക. ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. അപ്പോൾ ഈ ഒരു മകരദർശനം കാണാൻ, ഇതിൻ്റെ ഒരു ദർശനം നുകരാൻ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത് നിരവധി ഭക്തർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ നിരവധി ഭക്തജനങ്ങളുടെ ഒരു ഭക്തജനപ്രവാഹം തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മകരജ്യോതി ദർശിക്കാൻ വലിയ ഒരു തരത്തിലേക്ക് ഭക്തർ മല കയറി എത്തുന്നു. ശരണം വിളികളോടുകൂടി തന്നെ. നേരത്തെ ഒരു സംഘർഷമായ അന്തരീക്ഷത്തിലായിരുന്നു ശബരിമല പോയിരുന്നെങ്കിൽ ഇപ്പോൾ തീർത്തും സമാധാനപരമായ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവ് കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഭക്തജന പ്രവാഹം. ഇവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷണ സമിതി അടക്കം ഇവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കാണുന്നതിനും ദർശിക്കുന്നതിനും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അവർ ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നു. അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് ഓരോ ഘട്ടത്തിലും വളരെ സംതൃപ്തി അടക്കം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണ സമിതി പറയുന്ന എല്ലാ ഘട്ടങ്ങളിലുമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഭക്തരുടെ വലിയ ഒരു പ്രവാഹം തന്നെയാണ്. എല്ലാവരും വളരെ ഭക്തിയിൽ ആറാടി നിൽക്കുന്നു. ശരണം വിളികളോടുമായി നിരവധി പേർ അയ്യപ്പനെ ദർശിക്കാനായി എത്തുന്ന ഒരു കാഴ്ചയാണ്. മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. പണ്ടി താവളത്തിലടക്കം പർണശാല കെട്ടിക്കൊണ്ട് അവിടെ ഈ മകരജ്യോതി ദർശിക്കാൻ വേണ്ടി ഇവർ ഇവിടെ കാത്തു നിൽക്കുന്നു. എന്തായാലും മകരവിളക്ക് തെളിയാൻ ഏതായാലും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ഒരു ദർശന പുണ്യം തേടി നിരവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ദർശനത്തിനായി നിരവധി പേർ എത്തുമ്പോൾ സന്നിധാനമടക്കം അലങ്കരിച്ചുകൊണ്ട് സന്നിധാനത്ത് വലിയ ഒരു തരത്തിലേക്ക് ഇവിടെ സന്നിധാനം അലങ്കരിച്ചുകൊണ്ട് നാളത്തെ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഭക്തിയുടെ ലഹരിയിൽ തന്നെയാണ് ഇപ്പോൾ സന്നിധാനം. അതോടൊപ്പം തന്നെ പ്രശാന്ത്, സ്ത്രീ പ്രവേശന വിഷയം കൂടി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണ സമിതി ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയാണോ? തീർച്ചയായും നിരീക്ഷണ സമിതി ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള തൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിരീക്ഷണ സമിതി അംഗങ്ങളായിട്ടുള്ള ജസ്റ്റിസ് PR രാമൻ, ജസ്റ്റിസ് സിരിജഗൻ, അതുപോലെ ഹേമചന്ദ്രൻ തുടങ്ങിയ 3 പേരും സന്നിധാനത്ത് ഉണ്ട്. അവർ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ. മാത്രമല്ല ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്ന മുഴുവൻ നിരീക്ഷണ സംവിധാനങ്ങളിലും വളരെ പൂർണ്ണമായിട്ടുള്ള തൃപ്തിയാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അവരുടെ നേതൃത്വത്തിലുള്ള ഈ 3 അംഗ നിരീക്ഷണ സമിതി അംഗങ്ങൾ ഇവിടെ സന്നിധാനത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും അവർ നിരീക്ഷിച്ച് വിലയിരുത്തുന്നുണ്ട്. പ്രശാന്ത്, അതോടൊപ്പം തന്നെ നാളെ 3 ലക്ഷത്തിൽ അധികം ആളുകളെ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തീർച്ചയായും നാളെ ഇതിലും അധികം, ഏകദേശം ഒരു 3 ലക്ഷത്തിലധികം ആളുകളെയാണ് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് തരത്തിൽ സന്നിധാനത്ത് സജ്ജമാണ്?
വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ മകരവിളക്ക് അതായത് മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ സംഘർഷഭരിതമായിരുന്നു ശബരിമലയെങ്കിൽ ഇപ്പോൾ തീർത്തും സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം എത്തിയിരിക്കുന്നു. അതിന് തെളിവാണ് ഒഴുകിയെത്തുന്ന ഈ ഭക്തജനങ്ങൾ. ഇത്രത്തോളം ഭക്തജനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ തീർത്തും സന്നിധാനത്തേക്ക് നാളെ കൂടുതൽ പേരെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല നിരവധി ആളുകൾ അല്ലെങ്കിൽ നിരവധി ഭക്തജനങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. നേരത്തെ എത്തിയിട്ടുള്ള തെലങ്കാന, ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവിടെ എത്തി പാണ്ഡിത്താവളത്തിലടക്കം അവർ പർണശാലകൾ കെട്ടി അവർക്ക് ലഭിക്കുന്ന പരിമിതമായ സൗകര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഇവിടെ ആ മകരജ്യോതി ദർശനത്തിനായി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ വരും ദിവസങ്ങൾ, കാരണം 19-ാം തീയതി വരെയാണ് ഇവിടെ അതായത് നമ്മുടെ ശബരിമലയിൽ ദർശനം ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ പരമാവധി ഭക്തർ ഇവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. 19-ാം തീയതി വൈകിട്ടോടുകൂടി ഇവിടുത്തെ അതായത് ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുന്ന സാഹചര്യമുള്ളത്. 19-ാം തീയതി പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ് ഉപയോഗിച്ചുള്ള അഭിഷേകമായിരിക്കും നടക്കുക. 20-ാം തീയതി രാവിലെ ആയിരിക്കും നട അടയ്ക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഭക്തജനങ്ങൾ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെ കാണുന്നുണ്ട്. തീർത്തും സന്നിധാനം സമാധാനവും ശാന്തപരമായ രീതിയിലേക്ക് പോകുമ്പോൾ ഭക്തർ ഇവിടെ എത്തി നിൽക്കുന്ന ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം എല്ലാ ഭക്തരും വളരെ ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ, കാരണം തിരക്കുകളെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ അവർക്കില്ല. അവരെല്ലാവരും കൃത്യമായി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇവിടെ വന്നു നിന്ന് അവർ അയ്യപ്പനെ ദർശിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു അയ്യപ്പനെ സുഖമായ ദർശനത്തിനുള്ള വഴി തേടുകയാണ്. എന്തായാലും എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ദർശനം നടത്താനുള്ള സംവിധാനങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. നാളെ ഒരു 3 ലക്ഷത്തിലധികം പേർ ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തീർത്തും ശക്തമാക്കിയിട്ടുണ്ട്. കാരണം 2257 പോലീസുകാരെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. 8 ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും വ്യൂ പോയിന്റുകളുള്ളത് മകര വിളക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക്. അവിടെ എല്ലാം തന്നെ സുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ കൃത്യമായ രീതിയിൽ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള അസൗകര്യങ്ങളും സൃഷ്ടിക്കാതെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിൽ ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശിക്കാനുള്ള വഴികളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സുഗമമായ ദർശനം എല്ലാവർക്കും നടത്തി കൃത്യമായ രീതിയിൽ പോകാൻ കഴിയുന്നു. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലകാലത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങളിൽ, സുരക്ഷാ ക്രമീകരണങ്ങളിലും ദർശനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ കാര്യങ്ങളിലും ഭക്തർ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും എല്ലാവരുടെയും മുഖത്ത് ഈ സന്തോഷമെല്ലാം തന്നെ പ്രകടമാകുന്നു. ശരണം വിളികളോടുകൂടി തന്നെ മുഴുവൻ ആളുകളും അയ്യപ്പനെ ദർശിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് ശ്രീകോവിലിനടുത്തേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും മനസ്സിൽ ഭക്തിയുടെ ലഹരി തന്നെയാണ്. ആ ഭക്തിയുടെ ലഹരിയിൽ നാളെ മകര വിളക്ക് ദർശിക്കാനുള്ള ഒരുക്കങ്ങളിൽ ഇനി ഇവിടെ എത്തുന്ന ആളുകൾ വിവിധ ഭാഗങ്ങളെ തമ്പടിക്കും. നാളെ മകരവിളക്കിന് ശേഷമായിരിക്കും ഇവരെല്ലാവരും ശബരിമലയിൽ നിന്ന് പടിയിറങ്ങുക. എന്തായാലും വലിയ ഒരു തരത്തിൽ സന്നിധാനം അലങ്കരിക്കുന്ന ഒരു ഇതിലേക്കെല്ലാം പിന്നെ പോകുന്നു. ഇവിടെ അലങ്കാരവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടക്കുന്നു. എന്തായാലും അതിനുശേഷം നാളെ വൈകിട്ട് 6 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ എത്തും. ദേവസ്വം ഭാരവാഹികളെല്ലാം തന്നെ സ്വീകരിക്കും. 6:30 തിരുവാഭരണവുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റ് ചടങ്ങുകൾ, അതിനുശേഷം ദീപാരാധന നടക്കും. ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. എന്തായാലും ആ മകരജ്യോതി ദർശനത്തിനായി ഭക്തർ കാത്തു നിൽക്കുകയാണ്. നിരവധി പേർ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത്. വ്യക്തമാണ് പ്രശാന്ത്. ഇപ്പോൾ വാവരുനടയിൽ നിന്നും റിനു ശ്രീധർ കൂടി നമ്മോടൊപ്പം ശരിയാണ്. റിനു ശ്രീധർ, വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം തന്നെയാണ് ഇന്ന് നമുക്ക് ശബരിമലയിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും നാളെ മകരവിളക്ക് ദർശന ദിവസമായ നാളെ ഇതിലും കൂടുതൽ ആളുകളെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാവരുനടയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്താണ്? വിപിന, വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ്. നമുക്കറിയാം, മകരവിളക്ക് ദർശനത്തിനായി എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ തന്നെ സന്നിധാനത്ത് ഒരുക്കിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ്. കാരണം നാളെ 6:30 മണിയോടുകൂടിയാണ് പൊന്നമ്പലമേട്ടിൽ ദർശനം നടക്കുക എന്നുള്ളത്, മകരവിളക്ക് ദർശനം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിരിവെച്ച് അതുപോലെ തന്നെ പർണശാല കെട്ടിയൊക്കെ തന്നെ ആയിരങ്ങളാണ് ശബരിമലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ കൃത്യമായി തന്നെ നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അവർക്ക് വേണ്ടുന്നുള്ള എല്ലാ സംവിധാനങ്ങളും കൃത്യമായി തന്നെ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം രാവിലെ 11 മണിയോടുകൂടി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എല്ലാ ഉന്നതതല ഉദ്യോഗസ്ഥരുടെയും ഒരു യോഗം ഇവിടെ ചേർന്നിരുന്നു എന്നുള്ളതാണ്. ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കൃത്യമായി തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ എടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ അറിയിച്ചു. യോഗം ചർച്ച ചെയ്തു. ഇനിയുള്ള നടപടികളെല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട്
പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ അറിയിച്ചത് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഇനിയുള്ള വരും ദിവസങ്ങളിലേക്ക് ഉള്ള ക്രമീകരണങ്ങളും നടത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 20-ാം തീയതിയാണ് മണ്ഡലകാല മകരവിളക്ക് ഉത്സവം കഴിഞ്ഞ് നടയടയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളാണ് ഇതുവരെ ഒരുക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, വരും കാലങ്ങളിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുകയുണ്ടായി. കാരണം വരുന്ന വിഷുവിന് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കും പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്കും എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഒരു സൗജന്യ യാത്ര സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ KSRTC ആണ് കുറഞ്ഞ നിരക്കിൽ അയ്യപ്പ ഭക്തരെ എത്തിക്കുന്നത്. അത് മാറ്റിക്കൊണ്ട് സൗജന്യ യാത്രയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം. ഇതിനുവേണ്ടി വിവിധ സംഘടനകളും അതുപോലെ തന്നെ വിവിധ വ്യക്തികളും ഒക്കെ തന്നെ വാഹനം നൽകാൻ തയ്യാറാണ് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ആചാരക്രമം അനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതായത് മണിക്കിണർ നിർമ്മിക്കുക, അതുപോലെ തന്നെ ഭസ്മ കുളം വിപുലമാക്കുക എന്നീ പദ്ധതികളും ദേവസ്വം ബോർഡിന്റെ ഒരു അജണ്ടയിൽ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ചില മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും മണ്ഡലവിളക്ക് മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിനോട് സഹകരിച്ചു. പക്ഷേ ചില മാധ്യമങ്ങൾ ദുഷ്പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. ചില വാർത്തകളെ വളച്ചൊടിച്ചു മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ശബരിമലയെ വലിയ രീതിയിലേക്ക്, നല്ല രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടൽ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം ഒരുക്കി എല്ലാ മാധ്യമപ്രവർത്തകർക്കും നന്ദി അറിയിക്കുകയും അദ്ദേഹം ചെയ്തു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ വർഷം നമുക്കറിയാം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സന്നിധാനത്തും പമ്പയിലും വിവിധ പ്രദേശങ്ങളിലും നടന്നതിന്റെ അടിസ്ഥാനത്തിൽ വരുമാനം കുറവ് എന്നുള്ളത് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അംഗീകരിക്കുകയുണ്ടായി. അത്തരത്തിൽ വരുമാനം കുറവുകയാണെങ്കിൽ തന്നെ സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്, സർക്കാർ സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ബജറ്റിന് മുന്നോടിയായി തന്നെ സർക്കാരുമായി കൃത്യമായി ഇടപെട്ടുകൊണ്ട് സർക്കാരുമായി ഒരു തീരുമാനത്തിൽ എത്തും എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചും ദേവസ്വം ബോർഡിനെ കുറിച്ചും ശബരിമലയെ കുറിച്ചും ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ട്. അത് മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും ഒരുമിക്കണമെന്നുള്ള ഒരു സാഹചര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മറ്റൊന്ന് നമുക്ക് എടുത്തു പറയേണ്ടത് പോലീസിന്റെ ഒരു സംവിധാനമാണ്. ഏകദേശം 4000-ലധികം പോലീസാണ് മകരവിളക്ക് മണ്ഡല ഉത്സവവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ സേവനമനുഷ്ഠിക്കുന്നത്. 3-ാം ഘട്ട സുരക്ഷാ സംവിധാനമാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 3-ാം ഘട്ട സുരക്ഷാ സംവിധാനമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏകദേശം 3000-ലധികം പോലീസുകാരാണ് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കൽ പ്രദേശങ്ങളിലും ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന്റെ കൃത്യമായിട്ടുള്ള സുരക്ഷ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ഇടപെടൽ സന്നിധാനത്ത് മകരവിളക്കുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. കാരണം നമുക്കറിയാം, ലക്ഷോപലക്ഷം ജനങ്ങളാണ് അയ്യപ്പ സന്നിധിയിലേക്ക് പൊന്നമ്പലമേട്ടിൽ ദർശനത്തിന് വേണ്ടി, മകരവിളക്കിന്റെ ദർശനത്തിന് വേണ്ടി എത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കണം. അതുകൊണ്ട് ബാരിക്കേഡുകൾ വെച്ച് ക്രമീകരിച്ചുകൊണ്ട് 8 വ്യൂ പോയിന്റുകളാണ് ഇത്തരത്തിൽ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്തജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഈ 8 വ്യൂ പോയിന്റ്, പുൽമേട്, പമ്പ ഒഴിവാക്കിക്കൊണ്ട് പുൽമേട്, അതുപോലെ തന്നെ സന്നിധാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ ദർശനത്തിന് വേണ്ടി ക്രമീകരണമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇന്നലെയും മിനിയാന്നുമായി തന്നെ ഭക്തജനങ്ങൾ എത്തി പർണശാലകൾ കെട്ടി ഭക്ഷണം പാചകം ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി വിരിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നാളെ വൈകുന്നേരം 6 മണിക്കാണ് ഇത്തരത്തിൽ ഘോഷയാത്ര ഇവിടെ എത്തുന്നത്, തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത്. തിരുവാഭരണ ഘോഷയാത്ര എത്തിയാൽ ഉടൻ തന്നെയാണ് ദീപാരാധന നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം 6:45 മണിയോടുകൂടിയായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് ദർശനമാകുന്നത്. മകരവിളക്ക് ദർശനത്തിന് ശേഷം 8 മണിക്ക് ശേഷമായിരിക്കും കൃത്യമായിട്ടും തിരുവാഭരണ വിഭൂഷനായ അയ്യപ്പനെ ദർശിക്കുവാൻ ഭക്തജനങ്ങൾക്ക് ഒരു അവസരമുണ്ടാകുക. മകരസംക്രമ പൂജ 7:58-നാണ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും കൃത്യമായി ഭക്തജനങ്ങൾക്ക് തിരുവാഭരണം ചാർത്തിക്കൊണ്ട് അയ്യപ്പനെ ദർശിക്കാൻ കഴിയുക എന്നുള്ളത്. എങ്കിൽ പോലും അതിനുശേഷം 10:50-ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. അതിനുശേഷമായിരിക്കും കൃത്യമായും ഇവിടെ നിന്ന് ഭക്തജനങ്ങൾ തിരിച്ചു പമ്പയിലേക്ക് പോകുക എന്നുള്ളത്. ഇത്തരം വലിയ ഒരു ക്രൗഡ്, അതായത് ഏകദേശം 3 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തരെയാണ് ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം പമ്പയിൽ കൃത്യമായി തന്നെ അയ്യപ്പ ഭക്തരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തിരിച്ച് ഇവിടെ നിന്ന് മകരവിളക്ക് ദർശിച്ചതിന് ശേഷം പമ്പയിലേക്ക് അയ്യപ്പന്മാർ എത്തിയതിനു ശേഷം മാത്രമേ തിരികെ അവിടെ നിന്ന് മറ്റ് അയ്യപ്പന്മാരെ ഇവിടേക്ക് സന്നിധാനത്തേക്ക് കടത്തിവിടൂ. അത്രയും ഒരു തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാളെയും അത്തരം ഒരു തിരക്കായിരിക്കും. ഇന്ന് ഏകദേശം 5 മണിവരെയുള്ള കണക്ക് കൃത്യമായി അനുസരിച്ച് ഏകദേശം 1 ലക്ഷത്തിൽ അധികം പേരാണ് സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചുറ്റും തന്നെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ ഒരു ക്രൗഡ്, വലിയ ഒരു അയ്യപ്പന്മാരുടെ വലിയ ഒരു സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി ബാരിക്കേഡുകൾ വെച്ച് വടം കെട്ടി ക്രമീകരിച്ച് 18-ാം പടി ചവിട്ടി മല കയറുവാനുള്ള ഒരു സാഹചര്യം പോലീസ് ഒരുക്കുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും, എല്ലാ ക്രമീകരണങ്ങളും അവർക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. വിപിന,
വ്യക്തമാണ് റീനു ശ്രീധർ. അയ്യപ്പ ഭക്തർ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്ന മകരവിളക്ക് നാളെ. മകരവിളക്ക് പൂജകൾക്കായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ശബരിമല സന്നിധാനം. മകരജ്യോതി ദർശിക്കാനായി നിരവധി തീർത്ഥാടകരാണ് ഇതിനോടകം തന്നെ സന്നിധാനത്തും പമ്പയിലും തമ്പടിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം തന്നെയാണ് സന്നിധാനത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 6:30 തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. തുടർന്ന് മകരജ്യോതി തെളിയും. രാത്രി 7:52 മകരസംക്രമ പൂജ. മകരവിളക്ക് പൂജകൾക്കായി 3 ലക്ഷത്തോളം പേർ സന്നിധാനത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ സന്നിധാനത്ത് സുരക്ഷയൊരുക്കാനായി സന്നിധാനത്ത് മാത്രമായി 2275 ഓളം പോലീസുകാരെയാണ് സന്നിധാനത്ത് നിയോഗിച്ചിരിക്കുന്നത്. അതേസമയം മകരജ്യോതി ദർശിക്കുവാനായി ഉയരമുള്ള കെട്ടിടങ്ങളുടെയോ മരങ്ങളുടെയോ മുകളിൽ നിൽക്കാൻ ആരെയും അനുവദിക്കില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൂടി പോലീസ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ പമ്പയിൽ നിന്നും അഭിറാം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അഭിറാം, തീർച്ചയായും കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് നാളെ മകരജ്യോതി ദർശിക്കുവാനായി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പോലും വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും എത്തുന്ന എല്ലാ ഭക്തർക്കും മകരജ്യോതി ദർശിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണ് വ്യൂ പോയിന്റുകൾ, മകരജ്യോതി ദർശിക്കുവാനായി ഭക്തർക്ക് എവിടെയൊക്കെയാണ് വ്യൂ പോയിന്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് അഭിറാം? തീർച്ചയായും വലിയ തിരക്കാണ് ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പമ്പയിൽ നിന്ന് മാത്രം ഇപ്പോൾ 80,000-ലധികം പേർ സന്നിധാനത്തേക്ക് ഇന്ന് മാത്രം പോയി കഴിഞ്ഞു. അതായത് ഇന്ന് മാത്രം 1 ലക്ഷത്തിലധികം പേർ ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് പോകുമെന്നാണ് പ്രത്യേകത. അതായത് ഇവരെല്ലാം തന്നെ മകരവിളക്ക് കണ്ട ശേഷം മാത്രമായിരിക്കും തിരിച്ചെത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധി പേർ അവിടേക്ക് പോവുകയും അവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യായിരുന്നു. അവരെല്ലാം തന്നെ മകരവിളക്ക് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും തിരിച്ചു വരിക. ഇപ്പോഴും അണമുറിയാത്തൊരു പ്രവാഹം ഇവിടേക്ക് തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ തോതിൽ തന്നെ ഇവിടേക്ക് തീർത്ഥാടക പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ വലിയൊരു പ്രവാഹം തന്നെയാണ് ഇപ്പോൾ പമ്പയിലേക്ക് വരുന്നത്. ഇവിടെ നിന്നാകും തീർത്ഥാടകർ പമ്പയിൽ കുളിച്ച ശേഷം തുറന്ന് വിശ്വാസപരമായി തന്നെ മല ചവിട്ടുക. ഇന്ന് പമ്പ വിളക്ക് നടക്കാനിരിക്കുന്നുണ്ട്. പമ്പ വിളക്ക് ഒരു വിശ്വാസത്തിന്റെ ഒരു ആചാരമാണ്. പമ്പയിൽ വിളക്കുകൾ കത്തിച്ച് ഒഴുക്കുന്ന ഒരു ആചാരം പമ്പയിൽ നിന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് പമ്പയിൽ അന്നദാനം ഉണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ സദ്യ ഇന്ന് ഉണ്ടായിരുന്നു. പമ്പ സന്ധ്യ എന്നൊരു ആചാരമാണ് ഇന്ന് ഉച്ചയ്ക്കുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള ആചാരങ്ങളെല്ലാം തന്നെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ തീർത്ഥാടകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. വലിയ ഒരു പ്രവാഹം തന്നെ ഉണ്ട് എന്നത് ഏറ്റവും പ്രത്യേകതയാണ്. കാരണം 3 ലക്ഷത്തോളം അധികം ആൾക്കാർ ഇവിടേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ഇവർക്കെല്ലാം തന്നെ എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കുന്നുമുണ്ട്. സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിനും എല്ലാം തന്നെ വിവിധ ക്യാമ്പുകൾ അടക്കമുള്ളവ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, പമ്പയിൽ സാധാരണയായി മകരവിളക്ക് ദർശനമായിരുന്നു ഹിൽ സ്റ്റേഷൻ. ഇത്തവണ ഹിൽ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് മകരവിളക്ക് കാണാൻ കഴിയില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞ പ്രളയത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഈ പ്രദേശത്തെല്ലാം തന്നെ. ഇപ്പോഴും മണ്ണിടിച്ചിൽ ഇവിടെ പൂർണ്ണമായും നിലച്ചിട്ടില്ല. ഈ പ്രദേശത്തേക്ക് തീർത്ഥാടകർ വലിയ തോതിൽ കയറുകയാണെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായി അപകട സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്തവണ അവിടേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മറ്റ് പ്രദേശങ്ങളിലായിരിക്കും തീർത്ഥാടകർക്ക് ഇത്തവണ മകരവിളക്ക് കാണാനുള്ള അവസരം ഉണ്ടാവുക. പൊന്നമ്പലമേടിൽ ഈ മകരവിളക്ക് തെളിയുമ്പോൾ പമ്പയിൽ നിന്ന് ഇത്തവണ മകരവിളക്ക് കാണാൻ കഴിയില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ ഈ സമയമാകുമ്പോൾ പമ്പയിൽ നിന്ന് തീർത്ഥാടകർ പൂർണ്ണമായും മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകും എന്ന ഒരു സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയൊരു തീർത്ഥാടകർ എത്തുന്നതോടുകൂടി തന്നെ വലിയ സുരക്ഷ പോലീസും പ്രതിരോധസേന അടക്കമുള്ളവർ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ കുട്ടികൾ അടക്കമുള്ളവർ എത്തുമ്പോൾ കൂട്ടം തെറ്റി പോകുക, അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ മൊബൈൽ സേവനങ്ങളോട് പരമാവധി ഈ പ്രദേശങ്ങളിൽ റേഞ്ച് കൃത്യമായി തന്നെ ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം കൂട്ടം തെറ്റി പോകുന്നവരെല്ലാം തന്നെ കണ്ടെത്തേണ്ടത് ഒരു അനിവാര്യമാണ്. ഇത്രയും അധികം ജനക്കൂട്ടം എത്തുമ്പോൾ കൂട്ടം തെറ്റി പോവുക ഒരു സ്വാഭാവിക നടപടിയായി മാറും. അതിനാൽ തന്നെ ഇത് കുറയ്ക്കാനും ഇത്തരത്തിൽ കൂട്ടം തെറ്റി പോകുന്നവരെ കണ്ടെത്താനും കൃത്യമായി തന്നെ പോലീസും മറ്റ് സംഘടനകളും ഇടപെടുന്നുമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് മരങ്ങളിലും മറ്റും കയറിയിരുന്ന മകരവിളക്ക് കാണാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷേ ഇത്തവണ അത് അനുവദിക്കാൻ പാടില്ല എന്നതിന് കർശന നിർദ്ദേശമുണ്ട്. കാരണം അപകട സാധ്യത വലിയ തോതിൽ ഉണ്ടാവും. ഇത്തരത്തിൽ ചരിഞ്ഞ പ്രദേശങ്ങളിലും മറ്റും ഓടിക്കയറുക, മരങ്ങളിലും മറ്റും കയറിയിരിക്കുക തുടങ്ങിയവ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളെയും തടയുക എന്നൊരു നിർദ്ദേശവും പോലീസിനുണ്ട്. ഈ മകരവിളക്ക് കണക്കിലെടുത്ത് ഇന്ന് പമ്പയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് ഫയർ ആൻഡ് സേഫ്റ്റി അടക്കമുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ മീറ്റിംഗ് നടക്കുകയുണ്ടായി. ഇതെല്ലാം തന്നെ കർശനമായ നിർദ്ദേശമാണ് ഈ ഉദ്യോഗസ്ഥർ നൽകിയത്. കാരണം അപകട സാധ്യത പരമാവധി കുറയ്ക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. സന്നിധാനം പോലെയല്ല പമ്പ. കാരണം സന്നിധാനത്ത് കൃത്യമായി തന്നെ നമുക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്നാൽ തന്നെ മകരജ്യോതി കാണാൻ കഴിയും. പക്ഷേ ഈ പമ്പയിൽ അതിനുള്ള സാധ്യത കുറവാണ്. അതിൽ തന്നെ പല പ്രദേശങ്ങളിലേക്കും കൂട്ടത്തോടെ തന്നെ
തീർത്ഥാടകർ പോകാനൊരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അത്തരം സാധ്യതകൾ കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതിൻ്റെ മാനദണ്ഡങ്ങളും എല്ലാം തന്നെ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിലും മറ്റും നിരന്തരം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ പമ്പയിൽ എത്തുന്ന തീർത്ഥാടകർ ഇവിടെ വിരിവെക്കുന്നുണ്ട്. ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതുവരെ എത്തുന്ന എല്ലാവരും തന്നെ സന്നിധാനത്തേക്ക് പോകുമെന്നത് ഉറപ്പാണ്. ഇവിടെ പമ്പയിൽ ആരും ക്യാമ്പ് ചെയ്യില്ല. കാരണം ഇന്ന് തന്നെ സന്നിധാനത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് നാളെ മകരജ്യോതി കാണാൻ കഴിയും. നാളെ എത്തുന്ന തീർത്ഥാടകർ മാത്രമായിരിക്കും പമ്പയിൽ വിരിവെക്കേണ്ട അവസ്ഥ ഉണ്ടാവുക. ഇന്ന് ഇവിടെ വരുന്ന എല്ലാവരും തന്നെ സന്നിധാനത്തേക്ക് പോകുന്നുണ്ട്. ആരും തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നില്ല. അതിനാൽ തന്നെ ഇവിടെ എത്തുന്ന എല്ലാവരും ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തുന്ന ഒരു ക്രൗഡ് മൂവിങ് ക്രൗഡാണ്. ഒരിക്കലും ഇവിടെ അവർ സ്റ്റേ ചെയ്യുന്നില്ല. ആ ഒരു പ്രത്യേകത ഉള്ളതാണ് തന്നെ ഇവിടെ മറ്റ് ബുദ്ധിമുട്ടുകൾ നിലവിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കിയിട്ടുണ്ട്. യൂറിനറി അടക്കമുള്ളവ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നിലവിൽ പമ്പയിൽ കൃത്യമായി തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പമ്പയിൽ ഹൈദരാബാദ് സ്വദേശി ഒരു 14-കാരൻ മുങ്ങി മരിച്ചിരുന്നു. അത് കണക്കിലെടുത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥൻ അടക്കമുള്ളവരുടെയും വലിയ ഒരു സുരക്ഷ പമ്പയിലുണ്ട്. മുഴുവൻ സമയവും പമ്പയിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നുമുണ്ട്. നമുക്കറിയാം, പ്രളയത്തിൽ പമ്പ പൂർണ്ണമായി തന്നെ മണ്ണിൽ നിറഞ്ഞിരുന്നു. അതെല്ലാം മാറ്റി പമ്പ ഇപ്പോൾ പൂർണ്ണമായി തന്നെ സ്വാഭാവിക ഒഴുക്കിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ആ ഒഴുക്ക് ഇപ്പോൾ പമ്പയിൽ പലയിടങ്ങളിലും ആഴം കൂട്ടിയിട്ടുണ്ട്. അതിനാൽ തന്നെ കുട്ടികളടക്കമുള്ളവർ അവിടെ പെടാതിരിക്കാൻ വേണ്ട എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ എത്തുന്നവർക്കെല്ലാം തന്നെ ഇവിടെ വിരിവെക്കുന്നവർക്കെല്ലാം തന്നെ അതിനുള്ള സ്ഥല സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സമയങ്ങളിൽ പൂർണ്ണമായി മാറ്റിയിരുന്ന വേലികെട്ട് തിരിച്ചിരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുമുണ്ട്. അവിടെ എല്ലാം തന്നെ തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള സൗകര്യവുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് സന്നിധാനത്ത് മകരവിളക്ക് നാളെ സന്നിധാനത്ത് വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമാണ്. ഒപ്പം തന്നെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ തന്നെയാണ്. വിവരങ്ങളാണ് സന്നിധാനത്ത് നിന്നും ടി പി പ്രശാന്ത്, ഒപ്പം തന്നെ ബാബുരടയിൽ നിന്നും റിനു ശ്രീധർ, പമ്പയിൽ നിന്നും അഭിറാം എന്നിവർ നമുക്ക് നൽകിയത്. തിരിച്ചെത്താം ഇടവേള. രക്തസാക്ഷി അഭിമന്യുവിന്റെ സ്വപ്ന വീട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിന് കൈമാറും. അഭിമന്യുവിന്റെ കുടുംബത്തിനു വേണ്ടി CPIM വട്ടവടയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. അഭിമന്യുവിന്റെ നാമത്തിൽ വട്ടവടയിൽ നിർമ്മിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. അഭിമന്യു ബാക്കിവെച്ച ഒരു സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകുകയാണ്. ഒറ്റമുറി വീട്ടിൽ നിന്ന് അവന്റെ കുടുംബത്തിന് മോചനമാകുന്നു. രക്ഷിതാക്കളായ മനോഹരൻ, ഭൂപതി, സഹോദരങ്ങളായ പരിജിത്ത്, കൗസല്യ എന്നിവർക്കായി വട്ടവട കൊട്ടക്കമ്പൂർ റോഡിൽ CPIM വില കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ് 1256 ചതുരശ്രടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. ജൂലൈ 23-ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് വീടിന് തറക്കല്ലിട്ടത്. മുഖ്യമന്ത്രി നിർവഹിക്കുന്ന വീടിന്റെ താക്കോൽദാനവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടിയാണ് വട്ടവടയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ പറഞ്ഞു. ആദ്യമായി തന്നെ അവിടെ 10 സെന്റ് സ്ഥലം വാങ്ങിച്ചിരുന്നു. അവിടെ വീട് നിർമ്മിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹം അതും അദ്ദേഹം ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അതിൻ്റെ താക്കോൽ ദാനം 14-ാം തീയതി രാവിലെ 10:30 മണിക്ക് മുഖ്യമന്ത്രി നൽകാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ ജൂലൈ 2-നാണ് SDPI പ്രവർത്തകർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അഭിമന്യുവിന്റെ വിയോഗത്തെ തുടർന്ന് ഈ കുടുംബത്തെ CPIM ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാർത്തകൾ തുടരും. ഇടവേള. ഓട്ടോ ഡ്രൈവറായ യുവാവിനെ അബോധാവസ്ഥയിലാക്കിയിട്ട് 3 മാസം തികയുന്നു. അപകടത്തിന് ശേഷം ബോധം തിരിച്ചു കിട്ടാതെ ആശുപത്രി കിടക്കയിൽ കഴിയുകയാണ് കണ്ണൂർ ചപ്പാരപ്പടവ് സ്വദേശി മനോജ്. മനോജിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ പകച്ചു നിൽക്കുകയാണ് ഭാര്യയും പറക്കമുറ്റാത്ത 2 കുട്ടികളും ഉൾപ്പെടുന്ന നിർധന കുടുംബം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നായിരുന്നു ചപ്പാരപ്പടവ് സ്വദേശി മനോജിന്റെ കുടുംബത്തെ ഇരുട്ടിലാക്കിയ അപകടം. പണി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഓട്ടോറിക്ഷ മറയുകയായിരുന്നു. അപകടത്തിൽ തലച്ചോറിനാണ് ക്ഷതമേറ്റത്. അപകടത്തിന് ശേഷം ഇതുവരെ മനോജിന് ബോധം തെളിഞ്ഞിട്ടില്ല. 2 ആഴ്ച പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിൽ കഴിഞ്ഞു. അതിനുശേഷം കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 3 മാസത്തോളമായി അബോധാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ് മനോജ്. ദിനംപ്രതി 2000 രൂപയോളമാണ് മരുന്നിന് മാത്രം വേണ്ടത്. ദീർഘനാളത്തെ വിദഗ്ധ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവ് വരും. ചികിത്സയ്ക്കും വീട്ടുചെലവിനും വഴിയില്ലാതെ പകച്ചു നിൽക്കുകയാണ് മനോജിനെ മാത്രം ആശ്രയിച്ച് കഴിയുകയായിരുന്ന ഭാര്യയും 2 കുഞ്ഞുമക്കളും ഉൾപ്പെടുന്ന കുടുംബം. ചികിത്സ ഇപ്പം 3 മാസത്തോളമായി ചികിത്സയിൽ
25 ദിവസത്തോളം പരിയാരം ICUവിൽ കിടന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പം കണ്ണൂർ ഇപ്പോൾ കൊയിരി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. ഇനി എത്ര നാൾ ചികിത്സ വേണമെന്നുള്ളതൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. നല്ലൊരു സമയമെടുക്കും, നേരെയായി വരാമെന്നാണ് പറഞ്ഞത്. മനോജിന്റെ ചികിത്സക്കായി നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് സ്വരൂപിക്കാൻ കഴിയുന്നതിലും ഏറെയാണ് ചികിത്സയ്ക്ക് വേണ്ട പണം. മനോജിന്റെ ഭാര്യ സവിതയുടെ പേരിൽ തളിപ്പറമ്പ് SBI ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. 380-882-815-819 എന്ന അക്കൗണ്ടിലേക്ക് പണമയച്ച് ഈ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ സഹായിക്കാം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.